SP സക്കറിയ ജോർജ് ചേരുന്നുണ്ട്. ശ്രീ സക്കറിയ ജോർജ്, ഇപ്പോൾ പുറത്തു വരുന്ന ഒരു ആരോപണം ADGP MR അജിത് കുമാറിനെതിരെ P. വിജയൻ രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ സസ്പെൻഷനിലടക്കം ADGPക്ക് പങ്കുണ്ട് മുതലായ കാര്യങ്ങളാണ് പോലീസ് സേനയിൽ നിന്ന് തന്നെ അദ്ദേഹം ഉന്നയിക്കുന്നൊരു ആരോപണങ്ങളാണ്. ഇതെല്ലാം ഇപ്പോൾ ആരോപണങ്ങളാണ്. പക്ഷേ ഈ ഒരു അവസരത്തിലാണ് ADGPക്ക് പ്രൊമോഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭാ യോഗം തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം പുറത്തു വന്നിരിക്കുകയാണ്. ഈ ആരോപണത്തെ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? ആരോപണം ആരുന്നയിച്ചാലും അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ, ധാർമ്മിക ഉത്തരവാദിത്വം കൂടെ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കുണ്ട്. ഒരാൾക്കെതിരെ അൺഫൗണ്ടഡ്, അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരാളുടെ കരിയറും ഒഫീഷ്യൽ കരിയറും ജീവിതവും നശിപ്പിക്കുന്നത് ആർക്കും ഭൂഷണമല്ല. അത് നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന പല ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പ്രമുഖരും അവർക്ക് വിരോധമുള്ളവരുടെ പേരില് അൺഫൗണ്ടഡ് അലിഗേഷൻ ഉണ്ടാക്കി എൻക്വയറി ക്രിയേറ്റ് ചെയ്ത് അത് അവരുടെ ലൈഫ് തന്നെ നവീൻ ബാബുവിന്റെ ജീവിതത്തിൽ കണ്ടായിരുന്നല്ലോ. അദ്ദേഹം ജീവിതം തന്നെ അവസാനിപ്പിച്ചു. അപ്പൊ ഈ അൺഫൗണ്ടഡ് അലിഗേഷൻ ഉന്നയിക്കുന്നവർക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി പ്ലഷർ ഉണ്ട്. കാര്യം അവരൊക്കെ ഒരു രീതിയിലല്ല വേറെ രീതിയിൽ സാഡിസ്റ്റുകളാണ്. ഒരു പരിഷ്കൃത സമൂഹത്തിന് അവരപമാനമാണ്. കാരണം സത്യവിരുദ്ധമായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, ഇത് ഗാന്ധിജിയുടെ നാടാണ്, എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത് നടത്തിയ മഹാത്മാവായ മഹാത്മാഗാന്ധിയുടെ നാടാണ്. അതിവിടെ സത്യമാണ് പുലരേണ്ടത്. നമ്മൾ കേരളത്തിലെ ചരിത്രവും വെച്ച് നോക്കിയാൽ മഹാബലിയുടെ നാടാണ്. നമ്മൾ പഠിച്ചിട്ട് ചെറിയ ക്ലാസ്സിലെ മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാം ഒന്നുപോലെ, കള്ളവും ഇല്ല, ചതിയും ഇല്ല, എള്ളോളം ഇല്ല, പൊളിവചനം. ഇവിടെ പൊളിവചനങ്ങള് ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ പരസ്പരം ഉന്നയിച്ചിട്ട് ഇവിടെ ഫൈറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ സാഡസ്റ്റ് ആയിട്ടുള്ള കാര്യം, ഇവിടെ നമ്മുടെ സിസ്റ്റത്തെ മൊത്തം നശിപ്പിച്ചു കളയുന്നു. അങ്ങനെ സിസ്റ്റം നശിച്ചു കഴിഞ്ഞാല് സാധാരണക്കാരൻ ജനത്തിന് നമ്മുടെ സിസ്റ്റത്തിനകത്തുള്ള വിശ്വാസം നഷ്ടപ്പെടും. ജനാധിപത്യ രാജ്യത്തിലെ വ്യവസ്ഥിതിയിൽ ജനങ്ങൾക്കാണ് വിശ്വാസം വരേണ്ടത്. കാര്യം അതിൽ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ജനങ്ങൾ അവരുടെ നികുതിപ്പണം കൊണ്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ സിസ്റ്റവും നല്ല നിലയിൽ മുമ്പോട്ട് പോകേണ്ടത് ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ മോറൽ റെസ്പോൺസിബിലിറ്റിയാണ്, ധാർമ്മിക ഉത്തരവാദിത്വമാണ്. അപ്പൊ അതിൽ നിന്ന് വ്യതിചലിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരസ്പരം അൺഫൗണ്ടഡ് അലിഗേഷൻ വെച്ച് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും അൺഫൗണ്ടഡ് അലിഗേഷൻ ഉയർത്തിയ ആളിനെ ശിക്ഷിക്കണം. എക്സ് ഓർ വൈ ആരായാലും. ഈ നിയമം രാജാവിനെക്കാട്ടിലും വലുതാണ്. എത്ര വലിയവനാണെന്ന് പറഞ്ഞാലും ആ രാജ്യത്തെ നിയമമാണ് ഏറ്റവും മഹത്തരം. അപ്പൊ ഉദ്യോഗസ്ഥന്മാര് ഒരാൾക്കെതിരെ തന്റെ ഇഷ്ട താല്പര്യങ്ങൾക്ക് അല്ലെ വിംസ് ആൻഡ് ഫാൻസി അനുസരിച്ച് റിപ്പോർട്ടുകൾ തയ്യാറാക്കുക എന്ന് പറഞ്ഞാല് അത് വളരെ ഡേഞ്ചറസ് ആണ്. നമുക്കറിയാം, മേലിരിക്കുന്ന പല സീനിയർ ഉദ്യോഗസ്ഥന്മാരും, ഇപ്പൊ നമ്മളെ പ്രശാന്തും അതുപോലെ തന്നെ ഗോപാലകൃഷ്ണൻ ഇഷ്യൂ ഒക്കെ കണ്ടു, IASകാരുടെ. അപ്പൊ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണമാണ്. ചിലരുടെ ആരോപണം അന്വേഷിക്കുമ്പോൾ അതിനകത്ത് വസ്തുത ഉണ്ടെങ്കിലും അതിനെ വളച്ചൊടിച്ച് അവരെ ചില ഉന്നതരെ അത് DGP ആകാം, ചീഫ് സെക്രട്ടറി ആകാം, അവരൊക്കെ രക്ഷിക്കും. ഇത് രാഷ്ട്രീയ തീരുമാനം പ്രകാരം ചെയ്യുന്നതാണ്. അപ്പൊ രാഷ്ട്രീയം മനുഷ്യനെ പല രീതിയിൽ വിഭജിച്ചിരിക്കുന്നു. അവിടെ മൂല്യങ്ങൾക്ക് വിലയില്ല. രാഷ്ട്രീയത്തിനകത്ത് മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയെന്നുള്ളത് സാധാരണ പൗരന് തന്നെ അറിയാം. ഇപ്പൊ നമ്മള് ഇപ്പം പോയി കഴിഞ്ഞാല് മുണ്ടക്കയിൽ ചെല്ലുമ്പോൾ അല്ലെ ചൂരമലയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ജനങ്ങളൊക്കെ രാഷ്ട്രീയക്കാരുടെ കള്ളത്തരവും കാപട്യവും കപട വാഗ്ദാനങ്ങളൊക്കെ എന്താണെന്ന് അവിടെ സാധാരണക്കാർ പോലും തിരിച്ചറിഞ്ഞു. അപ്പൊ ഇവിടെ എല്ലായിടത്തും ഉന്നത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ കാപട്യത്തിന്റെ പര്യായമായി മാറുന്നു. കള്ളക്കടത്ത് കാര്യങ്ങളാണെങ്കിൽ കേരളത്തിലെ എല്ലാ വിമാനത്താവളങ്ങളും 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ, കണ്ണൂര്, കരിപ്പൂര്, നെടുമ്പാശ്ശേരി, തിരുവനന്തപുരം,
അവിടെ എല്ലാ സ്വർണ്ണക്കടത്താണ്, ഫോറിൻ ഒറിജിനുള്ള ഗോൾഡാണ് കടത്തുന്നത്. അത് കടത്തിക്കൊണ്ട് വരുമ്പോൾ അതിന് മൂല്യം വില കൂടുതലാണ്, കാര്യം അത് പ്യുവറാണ്. അപ്പൊ ഇതിനൊക്കെ ഉദ്യോഗസ്ഥന്മാർ കൂട്ടിയിരിക്കും. നമുക്കറിയാം, ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഏറ്റവും വലിയ കള്ളക്കടത്ത് ആയിരുന്നു പറഞ്ഞു 167 കിലോ കടത്തിയ ഡിപ്ലോമാറ്റിക് ബാഗേജ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ കടത്തിയിരിക്കുന്നത് 2023 രണ്ടുപേരെ, അനീഷ് എന്ന് പറഞ്ഞു, വേറൊരു കസ്റ്റംസ് ഇൻസ്പെക്ടറും അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. DRI-ക്കാര് 2023 നിതിൻ കൊല്ലത്തിനെയും അനീഷ് കെയെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വേലി മൊത്തം വിളവ് തിന്നുവാണ്. ഇപ്പം അത് കഴിഞ്ഞിട്ട് കരിപ്പൂരില് അവിടുത്തെ ഒരു അസിസ്റ്റന്റ് കമാൻഡന്റ് സെക്യൂരിറ്റി CSF-കാരനെ കേസുണ്ട്. അതുപോലെ അവിടുത്തെ ഉദ്യോഗസ്ഥരും കേസുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതെല്ലാം നമുക്ക് അപകടകരമാണ്, ഇത്തരത്തിലുള്ള ഈ പോക്ക്. അപ്പം 4 അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും കള്ളക്കടത്താണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു പർട്ടിക്കുലർ കേസിനകത്ത് പറഞ്ഞു, ഈ ഇന്ത്യയുടെ എക്കണോമിക് സ്റ്റെബിലിറ്റിയെ അഫക്ട് ചെയ്യുന്ന കേസില് UAPA ഇടാന്ന്. പക്ഷെ നിർഭാഗ്യവശാല് ഒരു ഉദ്യോഗസ്ഥരും അതൊന്നും പാലിക്കുന്നില്ല, പ്രതികളെ എല്ലാം രക്ഷിക്കുവാണ്. അപ്പൊ ഇതിന്റെ പുറയിലൊക്കെ ഒരു അന്തർധാരയുണ്ട്. പലർക്കും കളങ്കിതരാണ്. ഞാൻ പറഞ്ഞ കേസ് എന്ന് പറയുന്ന മുഹമ്മദ് ഷാഫി P ആൻഡ് അനദർ വേഴ്സസ് NIA. ആ കേസിനകത്ത് കോടതി പറഞ്ഞിട്ടുണ്ട്, an offense under Customs Act 1962 which was likely to threaten the economic security and or monetary stability of India. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.